തൃശൂരിൽ പണം വാങ്ങി മേയർ പദവി നൽകിയെന്ന ലാലി ജെയിംസിന്റെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരായ ആരോപണത്തിൽ വിജിലൻസിൽ പരാതി. ലാലിയുടെ ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നാണ് പൊതുപ്രവർത്തകനായ വിമൽ കെ നൽകിയ പരാതിയിലെ ആവശ്യം. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് സൂരജ് സജി ചേരുന്നു. സൂരജ് സജി, രാവിലെ ലാലി ജെയിംസ് വളരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരുന്നതാണ്. പണമുണ്ടോ എന്നന്വേഷിച്ചാണ് ഈ മേയർ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് എന്നായിരുന്നു ലാലി ജെയിംസിന്റെ ആരോപണം. ഇക്കാര്യത്തിൽ കുറച്ചുകൂടി കടത്തി ലാലി ജെയിംസ് കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തിരുന്നതാണ്. പല ആൾക്കാരും തന്നോട് പറഞ്ഞുവെന്നും ലാലി ജെയിംസ് പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് കോടതിയിലേക്കും എത്തുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ദിലീപ് കുമാർ, ഗുരുതരമായ ആരോപണമായിരുന്നു രാവിലെ ലാലി ജെയിംസ് മാധ്യമപ്രവർത്തകരോട് ഉന്നയിച്ചത്. നിലവിൽ തൃശൂർ മേയറായി തെരഞ്ഞെടുത്ത നിജി ജസ്റ്റിൻ ഈ മേയർ സ്ഥാനം ഉറപ്പിക്കുന്നതിന് വേണ്ടി പണം നൽകി എന്നതായിരുന്നു ആരോപണമായി വന്നത്. നിജി ജസ്റ്റിന്റെ ഭർത്താവ് അടക്കം വാഹനത്തിൽ പെട്ടിയിൽ പണം ശേഖരിച്ചു വെച്ച് നടന്ന പലർക്കും ഇത് വിതരണം ചെയ്തു. DCC പ്രസിഡന്റിനെ അടക്കം പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലായിരുന്നു ഈ ആരോപണം ഉണ്ടായിരുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ദീപാദാസ് മുൻഷിയും അടക്കം ഈ തീരുമാനത്തിലേക്ക്, അതായത് ഇവരെ തീരുമാനിച്ചതിൽ അവർക്കും പങ്കുണ്ട്, നിജി ജസ്റ്റിനെ തീരുമാനിച്ചതിൽ പങ്കുണ്ട് എന്ന അടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു. അതിൽ പ്രധാന ഘടകമായി ഉണ്ടായിരുന്ന പണം തന്നെയാണ്. പണത്തിന്റെ സ്വാധീനമാണ് നിജി ജസ്റ്റിന് ഇത്തരം ഒരു പദവി ലഭിക്കുന്നത് നയിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. ഇത് തന്നോട് പലരും പറയുകയും ചെയ്തു. ഇത്തരത്തിൽ പണം വിതരണം ചെയ്തതായി പലരും തന്നെ വിളിച്ചറിയിച്ചു എന്ന അടക്കമുള്ള കാര്യങ്ങൾ ലാലി ജെയിംസ് പറയുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു പരാതി വിജിലൻസിന് ആലപ്പുഴ സ്വദേശിയായിട്ടുള്ള വിമൽ കെ നൽകി ഈ പരാതി നൽകിയിരിക്കുന്ന. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അടക്കം പണം വാങ്ങിയെന്ന ആരോപണത്തിന്മേൽ അന്വേഷണം വേണം, പ്രാഥമികമായ അന്വേഷണം നടത്തണമെന്ന് ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ ആർക്കെങ്കിലും പണം നൽകിയിട്ടുണ്ടെങ്കിൽ തുടർ നടപടി വേണം എന്നുകൂടി ഈ പരാതിയിന്മേൽ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു പരാതി കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. കാരണം ലാലി ജെയിംസ് ഒരു ആരോപണം ഉന്നയിക്കുന്നു, ആരോപണത്തിന്മേൽ സ്വാഭാവികമായ ഒരു പരാതിയാണ് വന്നിരിക്കുന്നത്. അതിന്മേൽ ഒരു അന്വേഷണം ഉണ്ടായാൽ സ്വാഭാവികമായും കോൺഗ്രസ് കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ദിലീപ് കുമാർ, പണം വാങ്ങിയാണ് തൃശൂരിൽ മേയർ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതെന്ന കോൺഗ്രസ് നേതാവ് ലാലി ജെയിംസിന്റെ ആരോപണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വിജിലൻസിൽ പരാതി നൽകിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് തൃശൂരിൽ നിന്ന് സൂരജ് സജി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.